ഹലോ ഗുഡ്മിറ്റ്സ്. അങ്ങനെ ലോഗോയും ജേഴ്സിയും മാറി വന്ന പന്തിനെയും സംഘത്തിനെയും 6 വിക്കറ്റിനെ തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ് സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ലക്നൗ സൂപ്പർ ജയൻസ് നിശ്ചിത 18.4 ഓവർ 141 ഓൾ ഔട്ട് ആവുകയായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ഡൽഹി ക്യാപ്റ്റൻസ് വെറും 17.1 ഓവറിൽ ആ ഒരു ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഡൽഹി ക്യാപ്റ്റൻസിന് വേണ്ടി ഇമ്പാക്ട് പ്ലെയറായി വന്ന് 47 ബോളിൽ 5 ഫോറും 4 സിക്സും ഉൾപ്പെടെ 70 റൺസ് എടുത്ത സമീർ ഹുസൈനാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വരാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ലക്നൗവിൻ്റെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത് ഋഷഭ് പന്തും മിച്ചൽ മാർഷും ചേർന്നാണ്. ഋഷഭ് പന്ത് കഴിഞ്ഞ സീസണിലൊക്കെ 1 ഡൗണായി ഇറങ്ങി ഇപ്രാവശ്യം ഓപ്പണിങ്ങിലേക്ക് ബാറ്റിംഗ് ഓർഡർ മാറുകയാണ്. എഴുതലോടെ തുടങ്ങിയ ഋഷഭ് പന്തും മിച്ചൽ മാർഷും എന്നാൽ 3-ാം ഓവർ തുടങ്ങിയ മുകേഷ് കുമാറിൻ്റെ അവസാന ബോളിൽ മിച്ചൽ മാർഷ് സ്ട്രെയിറ്റ് അടിച്ചൊരു ബോൾ മുകേഷ് കുമാറിൻ്റെ കയ്യിൽ തട്ടി നോൺ സ്ട്രൈക്കിലുണ്ടായിരുന്ന സ്റ്റമ്പിൽ കൊള്ളായിരുന്നു. പക്ഷേ നോൺ സ്ട്രൈക്കിലുണ്ടായിരുന്ന ഋഷഭ് പന്ത് ക്രീസിനൊരു 2-3 മീറ്റർ അകലെ വെളിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഋഷഭ് പന്ത് വെറും 7 റൺസ് എടുത്ത് പുറത്തുവരികയായിരുന്നു. പിന്നീട് 1 ഡൗണായി വന്നത് എയ്ഡൻ മാർക്രമായിരുന്നു. എയ്ഡൻ മാർക്രമത്തെ പവർ പ്ലേയിൽ തൻ്റെ 2-ാം ഓവർ എറിയാമെന്ന അക്സർ പട്ടേൽ ഒരു ബൗൾഡിലൂടെ പുറത്താക്കിയായിരുന്നു. അതായത് എയ്ഡൻ മാർക്രം ആ ഔട്ടിന് മുമ്പ് ഒരു 6 പായിച്ചിരുന്നു. ആ 6-ന് ശേഷം അടുത്തൊരു അറ്റാക്കിംഗ് ഷോട്ട് ശ്രമിക്കുന്നതിടെ ബൗൾഡ് ആവുകയായിരുന്നു. അങ്ങനെ അക്സർ പട്ടേലിന് പവർ പ്ലേയിൽ ഒരു വിക്കറ്റ് നേടാനും സാധിച്ചു. അങ്ങനെ പവർ പ്ലേയിൽ തന്നെ ലക്നൗ സൂപ്പർ ജയൻസ് 48-2 എന്ന നിലയിൽ. പിന്നാലെ വന്ന ആയുഷ് ബദോനിയെ പുറത്താക്കി ടി നടരാജനും നിക്കോളാസ് പൂരാനെ കിടിലൻ ന്യൂയോർക്കറിലൂടെ പുറത്താക്കി ലുങ്കി എങ്കിലിയും 10-ാം ഓവർ എറിഞ്ഞ കുൽദീപ് യാദവ് മിച്ചൽ മാർഷിനെ പുറത്താക്കിയതോടെ ലക്നൗ സൂപ്പർ ജയൻസ് തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. വെറും 10 ഓവറിൽ അവർ 71-5 എന്ന നിലയിൽ ബാറ്റിംഗ് തകർച്ച നേടിയിടുകയും. എന്നാൽ 6-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന അബ്ദുൾ സമദും മുകുൽ ചൗധരിയും ചേർന്ന് 34 റൺസിൻ്റെ പാർട്ണർഷിപ്പും 7-ാം വിക്കറ്റിൽ ഷഹബാസ് സമദിനെ കൂട്ടുപിടിച്ച് നിർത്തിയ 33 റൺസിൻ്റെ പാർട്ണർഷിപ്പും ലക്നൗ സൂപ്പർ ജയൻസിന് ഒരു ഭേദപ്പെട്ട ഒരു സ്കോറിലെത്തിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി 25 പന്തിൽ 3 ഫോറും 1 സിക്സും ഉൾപ്പെടെ 36 റൺസാണ് അബ്ദുൾ സമദ് ഇന്നലെ അടിച്ചെടുത്തത്. ആ ഒരു ഇന്നിങ്സാണ് ലക്നൗ സൂപ്പർ ജയൻസിന് 141 സ്കോറിലെത്താൻ സഹായിച്ചതും. പിന്നീട് 18-ാം ഓവർ എറിഞ്ഞ ടി നടരാജൻ അബ്ദുൾ സമദിനെ ഡേവിഡ് മില്ലറുടെ കൈകളിൽ എത്തിച്ചതോടെ ലക്നൗ സൂപ്പർ ജയൻസ് ഇന്നിങ്സിന് കട്ടൻ വീഴുകയെന്ന് പറയാം. പിന്നീട് അങ്ങോട്ട് ആർക്കും നല്ലൊരു അതായത് 8-ാമതായാണ് അബ്ദുൾ സമദ് പുറത്തായത്. പിന്നീട് ചടവറാന്ന് 2 വിക്കറ്റും കൂടി വീണ് 141 എന്ന നിലയിൽ ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു. അബ്ദുൾ സമദിൻ്റെ ക്യാച്ച് എടുത്ത ഡേവിഡ് മില്ലറാണ്. ആ ഒരു ക്യാച്ച് നല്ല അടിപൊളി, അതായത് ഒരു പവർഫുൾ ഷോട്ടായിരുന്നു. പവർഫുൾ ഷോട്ട് ബൗണ്ടറി ലൈനിൽ മില്ലർ എടുക്കുകയായിരുന്നു. കാരണം മില്ലർ ആയതുകൊണ്ട് കിട്ടിയതാണെന്ന് പോയി തോന്നിപ്പോയി. അത്രയും നല്ല പവർ ഷോട്ട്. അങ്ങനെ ഡൽഹി ക്യാപിറ്റൽസിന് നല്ല കിടിലൻ ബോളിങ്ങിന് മുമ്പിൽ ലക്നൗ സൂപ്പർ ജയൻസ് ബാറ്റിംഗ് തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ ഓൾറെഡി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ടീമിനെ കുറിച്ച് ഒരു റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ബോളിംഗ് ഡെപ്ത് നല്ല ബോളിംഗ് ഡെപ്താണ്. കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, അതുപോലെ തന്നെ നടരാജൻ, പിന്നെ എങ്കിടി, മുകേഷ് കുമാർ. അപ്പോൾ ഇത്രയും അത്യാവശ്യം നല്ല ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ഒരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. ലക്നൗവിൻ്റെ ആ ഒരു ചെറിയ സ്കോർ ചേസ് ഇറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിന് തുടക്കവും വളരെ മോശം തന്നെയായിരുന്നു. ആദ്യ ബോളിൽ തന്നെ KL രാഹുലിനെ ഡൽഹി ക്യാപിറ്റൽസ് നഷ്ടമായി. മുഹമ്മദ് ഷമി എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി കടത്താനുള്ള ഒരു ശ്രമത്തിനിടെ തേർഡ് മാനിൽ ക്യാച്ച് നൽകി, അതായത് മോഹ്സിൻ ഖാന് ക്യാച്ച് നൽകി രാഹുൽ മടങ്ങുകയായിരുന്നു. ഇത് 2-ാം തവണയാണ് മുഹമ്മദ് ഷമി KL രാഹുലിനെ ഗോൾഡുണ്ടാക്കി വിടുന്നത്. അതുപോലെ തന്നെ ആദ്യ ഇന്നിങ്സിൽ തന്നെ ആദ്യ ബോളിൽ വിക്കറ്റ് എടുത്ത് 5-ാം തവണയാണ് മുഹമ്മദ് ഷമി ആദ്യ ഇന്നിങ്സിൽ തന്നെ ആദ്യ ബോളിൽ വിക്കറ്റ് എടുക്കുന്നത്. നിങ്ങളുടെയും മാത്രമല്ലടാ, ഞങ്ങളുടെയും നല്ല കിടിലൻ ബോളേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന വിധത്തിലായിരുന്നു ലക്നൗ സൂപ്പർ ജയൻസിൻ്റെയും ബോളിംഗ് അറ്റാക്ക്. 1 ഡൗണായി ഇറങ്ങി നിതീഷ് റാണയും മോഹ്സിൻ ഖാൻ അബ്ദുൾ സമദിൻ്റെ കൈകളിലെത്തുകയായിരുന്നു. വെറും 15 റൺസ് മാത്രമേ നിതീഷ് റാണയ്ക്ക് നേടാനായുള്ളൂ. ശ്രീലങ്കൻ ഓപ്പണറായ പാത്തു നിസംഗനെ അരങ്ങേറ്റം മത്സരം കളിക്കുന്ന പ്രിൻസ് യാദവ് ഋഷഭ് പന്തിൻ്റെ കൈകളിൽ എത്തിച്ചൂടെ. അതായത് പാത്തു നിസംഗയ്ക്ക് തന്നെ സ്ട്രൈക്ക് കിട്ടണം 4-ാമത്തെ 5-ാമത്തെ ഓവറിലും കണ്ട പാത്തു നിസംഗയ്ക്ക്, അതായത് അതുവരെ 3 ബോൾ മാത്രം സ്ട്രൈക്ക് ചെയ്തെന്ന പാത്തു നിസംഗ 4-ാമത്തെ 5-ാമത്തെ ഓവറിലാണ് ഒരു ബാറ്റിങ്ങിലേക്ക് വരുന്നത്. ആ ഒരു ഓവറിൽ തന്നെ ഉയർത്തിയടിക്കുക നല്ല ഹൈറ്റ് പോയ സാധനം ഋഷഭ് പന്ത് കൈകളിൽ ഒതുക്കിയായിരുന്നു. പ്രിൻസ് യാദവ് എറിഞ്ഞ ബോളിലായിരുന്നു പാത്തു നിസംഗയുടെ ആ ഒരു വിക്കറ്റ് വന്നത്.
പിന്നീട് ഡൽഹി ക്യാപ്റ്റൻ അക്സർ പട്ടേലിനെ ഗോൾഡൻ ഡക്കാക്കി പ്രിൻസ് യാദവ് എന്ന അരങ്ങേറ്റ കളിക്കാരൻ മടക്കിയതോടുകൂടി ഡൽഹി ക്യാപിറ്റൽസ് ഒരു തോൽവിയിലേക്ക് നീങ്ങുകയാണെന്നൊരു തോന്നലൊക്കെ വന്നു. പവർ പ്ലേയിൽ തന്നെ 26-4 എന്ന നിലയിൽ തകർച്ച നേരിട്ട ഡൽഹി ബാറ്റിങ്ങിനെ ഇമ്പാക്ട് പ്ലെയറായി വന്ന സമീർ റസിയും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കൻ ബാറ്ററായ ട്രിസ്റ്റൻ സ്റ്റബ്സും ചേർന്ന് നടത്തിയ മികച്ച കൂട്ടുകെട്ട് ഡൽഹിയെ വിജയത്തിൽ എത്തിക്കുകയാണെന്നാണ് പറയുന്നത്. ഇരുവരും ചേർന്ന് 119 റൺസ് പാർട്ട്ണർഷിപ്പാണ് 5ാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത്. ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ പിൻബലത്തിൽ ഡൽഹി സീസണിലെ അവരുടെ ആദ്യ ജയം സ്വന്തമാക്കിയായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും ലക്നൗ സൂപ്പർ ജയൻസിന് മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. ലക്നൗ സൂപ്പർ ജയൻസ് ഓണർ സഞ്ജീവ് ഗോയങ്കയുടെ ആദ്യം ഉണ്ടായിരുന്ന ചിരിയൊക്കെ പിന്നീട് അങ്ങോട്ട് മാഞ്ഞു. 10 ഓവർ എറിയുന്ന ഷഹബാസ് അഹമ്മദിൻ്റെ ആ ഒരു ഓവർ ശരിക്കും ഡൽഹി ക്യാപിറ്റൽസിന് നിർണായകമായെന്ന് പറയാം. 16 റൺസാണ് ആ ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസ് അടിച്ചെടുത്തത്. ആ ഒരു ഓവറോടുകൂടി കളി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പരിധിയിലാവുകയും ചെയ്തു. പിന്നീട് മാറി മാറി ബോളർമാരെ പരീക്ഷിച്ചെങ്കിലും എയ്ഡൻ മാർക്കൺ അടക്കമുള്ള ബോളർമാരെ പരീക്ഷിച്ചെങ്കിലും ഈ ഒരു കൂട്ടുകെട്ട് പൊളിക്കാൻ ഋഷഭ് പന്തിന് സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ സീസണിൽ സ്വന്തം തട്ടകത്തിൽ തോൽവി നേരിടുന്ന ആദ്യ ടീമായി ലക്നൗ സൂപ്പർ ജയൻസ്. ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഹോം ഗ്രൗണ്ട് കളിച്ച എല്ലാ ടീമുകളും അവരുടെ ജയം സ്വന്തമാക്കിയിരുന്നു. പക്ഷേ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ലക്നൗ സൂപ്പർ ജയൻസ് ഇന്നലെ ഡൽഹിയോടൊപ്പം തോറ്റിരിക്കുകയാണ്. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഏപ്രിൽ 5-ന് സൺറൈസേഴ്സ് ഹൈദരാബാദായിട്ടാണ്. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദായിട്ടുള്ള മത്സരം ജയിച്ച് അവർക്ക് വീണ്ടും IPL സീസൺ തുടങ്ങാൻ കഴിയട്ടെ എന്ന് സാധിക്കും. അതുപോലെ തന്നെ DCയുടെ അടുത്ത മത്സരം വരുന്നത് മുംബൈ ഇന്ത്യൻസ് ആയിട്ടാണ്. അപ്പം മുംബൈ ഇന്ത്യൻസിനെയും തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസ് അവരുടെ വിജയയാത്ര തുടരട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ.